എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ എന്താണ് എന്ന് നമുക്ക് കണ്ടാലോ? വരൂ. ഇന്നിപ്പോൾ അധികമൊന്നുമില്ല. ചോറ്, പിന്നെ നല്ല ചമ്മന്തി, മിളക് ഉള്ളിയൊക്കെ ചുട്ടരച്ച ചമ്മന്തി, പിന്നെ നമ്മുടെ കടലക്കറി, കടലയും ഉരുളൻകിഴങ്ങും വറുത്തരച്ച് വെച്ച കറി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രത്തിൽ. വരൂ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. നമുക്ക് ഭക്ഷണം കഴിച്ചാലോ മക്കളെ? ഭക്ഷണം കഴിക്കാം. മക്കളൊക്കെ കഴിച്ചുവോ? മക്കളൊക്കെ ഭക്ഷണം കഴിച്ചതിപ്പോൾ എത്ര മണിക്കാണ് നിങ്ങൾ കാണുക, എപ്പോഴാണ് കാണുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ കഴിക്കാൻ പോവാം. എനിക്കിവിടെ സമയത്തിനാണ് ഭക്ഷണം. രാവിലെ ഭക്ഷണം നിർബന്ധമാണ്, എനിക്ക് വേണം. വൈകുന്നേരം ഉച്ചയും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ചമ്മന്തി, സൂപ്പർ ചമ്മന്തി. ഞാൻ എന്നെ ഇവിടെ വെപ്പ് എല്ലാ പാചകവും ഒക്കെ ഞാനാണ് ചെയ്യണം. കാരണം ആരോട് അതിൽ വയ്ക്കൂ ഇത് വയ്ക്കൂ എന്നൊന്നും പറയണ്ട. നമുക്ക് ഇഷ്ടമുള്ള കറി അങ്ങടെ വയ്ക്കുക, കഴിക്കുക. അതിന് പാചകം അറിയണം. നന്നായി ഓരോ കറികളും വയ്ക്കാനുള്ള അറിവ് വേണം. മാത്രമല്ല കൈപുണ്യം എന്നുണ്ട്, അതുകൂടി വേണം. എങ്കിലേ വയ്ക്കുന്നതൊക്കെ രുചികരമായി വരുള്ളൂ. എല്ലാവരുടെ വിചാരം വയറ് എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് ഇത് കാണുന്നത് വയറാണെന്നാണ് ആൾക്കാരുടെ വിചാരം. മനസ്സിലായില്ല? അത് മുഴുവൊന്നും വയറല്ല. അപ്പോൾ ആൾക്കാർ ചിന്തിക്കുകയും ഇത്ര വലിയ വയറെന്നറിയാനുള്ള ഭക്ഷണം വേണ്ടേ? എൻ്റെ മക്കളെ, വയറ് നമ്മുടെ ഈ ഭക്ഷണം ചെല്ലണത് നമ്മുടെ തീറ്റ സഞ്ചി എന്ന് പറഞ്ഞ കുഞ്ഞൊരു സഞ്ചിയാണ്. അതിലാണ് ഈ ചോറ് ചെന്ന് അടയണത്. ഈ ചോറ് അവിടെ ചെന്ന് ചേർന്ന ശേഷം അവിടെ നിന്നാണ് ദഹനം ചെയ്യണത്. അപ്പം നമ്മൾ സഞ്ചി, അപ്പം നമ്മളെന്താ വയറ്, ഈ കാണുന്ന വയറ് മൊത്തം നിറയണ്ടേ? ഇച്ചിരി ഭക്ഷണം കഴിക്കണ്ട. ഇത്ര പോകുന്ന ഒരു തീറ്റ സഞ്ചിയാണ് നമ്മുടെ എല്ലാവർക്കും ഉള്ളത്, വയറ്റിൻ്റെ ഉള്ളിൽ. അതിലേക്കാണ് ഭക്ഷണം ചെല്ലുക. അപ്പോൾ ഭാഗം ചോറ് മനസ്സിലല്ല. പിന്നെ വെള്ളത്തിനുള്ള സ്ഥലം വേണം. പിന്നെ അരവയറ് നിറത്തിന് കുറച്ച് സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കും വേണം. അല്ലാണ്ട് എൻ്റെ വയറ് ഇത്ര വലിയത് അതിലേക്ക് അങ്ങോട്ട് അങ്ങനെ ഒരു 5 പൊറോട്ട 6 പൊറോട്ട ഇറച്ചി കറി, ഇതൊക്കെ ഒരു മനുഷ്യൻ രാവിലെ സാധാരണ നമ്മൾ 2 ദോശ, പൊറോട്ടയാണെങ്കിൽ 1 1.5 എണ്ണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ വിശക്കാൻ തോന്നുന്ന അല്പം എന്തെങ്കിലും കഴിക്കുക. അങ്ങനെ ഇടവിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ അധിക രോഗങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഓരോരോ രോഗം മാറുമ്പോൾ ഓരോരോ രോഗങ്ങൾ തിന്നണനുസരിച്ച് മരുന്നിന് ഡോക്ടർക്ക് കാശ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കണ പരിപാടി അതും നല്ലതല്ല. കാരണം ആ സ്വഭാവം എനിക്കുണ്ട്. അതും നല്ല കാര്യമല്ല. എനിക്ക് ചോറുണ്ട് അപ്പം കിടക്കണം, അങ്ങനത്തെ ഒരു രോഗമുണ്ട്. നല്ലതല്ല എന്നാണ് പറയണത്.
അല്ലാതെ ഒരു കുംഭവയറുള്ള ഒരാളെ കാണുമ്പം ചിലർ പറയണേ കേട്ടിട്ടുണ്ട്, എന്തു വയറോടൊപ്പം ഇതിലേക്ക് എത്ര കൊണ്ട് ചോറ് വേണമെന്ന്. ദയവ് ചെയ്ത് അത് വയറാണ്, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ അകത്ത് ഒരു തീറ്റ സഞ്ചി എത്രയ്ക്കുള്ളത്, അതിലേക്കുള്ള ഭക്ഷണം വേണ്ടോ? അല്ലാതെ കഴിക്കണതൊക്കെ ശരീരത്തിന് കേടാം. ഇനി 2 ആഴ്ചയോളം മക്കളെ മലയ്ക്ക് കെട്ടി നിറയ്ക്കാൻ. രണ്ടാഴ്ച. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും അമർത്തിയിട്ടില്ലെങ്കിൽ അതൊന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.